സാധാരണഗതിയിൽ നമ്മുടെ പരീക്ഷയോട് അടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ പരീക്ഷയുടെ ആ ഒരു അവസാന ദിവസത്തിൻ്റെ ഒരു 2 ദിവസം മുന്നേ വരെ നമ്മൾ പരമാവധി നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അല്ലേ. ആ അവസാനഘട്ട തയ്യാറെടുപ്പുണ്ട് നമ്മൾ ലാസ്റ്റ് ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമ്മൾ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കി റിവിഷനൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ എക്സാമിന് വളരെ സന്തോഷത്തോടുകൂടി പോകുന്ന ആ ഒരു അവസരമുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു എക്സാം ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കും. അങ്ങനെ ആദ്യത്തെ 1-2 ചോദ്യങ്ങളൊക്കെ നമ്മൾ മറിച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് വളരെ ആസ്വദിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ ചോദ്യങ്ങളൊക്കെ വായിച്ച് വരും. അങ്ങനെ വായിച്ച് ആൻസറൊക്കെ ചെയ്ത് വരുന്ന കുറച്ച് കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു പകുതിയിലധികം കഴിയുമ്പോഴേക്കും നമ്മുടെ പരീക്ഷ കഴിഞ്ഞ ബെല്ലടിച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു നിശ്ചയ സമയത്തിനുള്ളിൽ എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റാതെ വരുന്ന ഒരു അവസരം ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ആ ഒരു വിഷമം ആലോചിച്ച് നോക്കി, നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ ഇനിയും അങ്ങോട്ടുള്ള ചോദ്യങ്ങളൊക്കെ അറിയുന്നതുണ്ടാവും. എന്നിരുന്നാൽ പോലും ആ ചോദ്യങ്ങളെല്ലാം നമുക്ക് കണ്ട് അതിൻ്റെ കൃത്യമായിട്ട് ഉത്തരം നമുക്ക് മാർക്കാൻ പറ്റാതെ വരുന്ന ഒരവസരം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മുടെ ടൈം അല്ലേ, നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമില്ല, നമ്മൾ എത്രത്തോളം സമയമെടുത്ത് പഠിച്ചു എന്നുള്ളതിൽ കാര്യമില്ല, നമ്മൾ എത്രത്തോളം സമയം കുറച്ച് കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതിൽ ഒന്നിലും കാര്യമില്ല. പക്ഷേ അവസാന ദിവസം നമ്മുടെ ആ ഒരു പരീക്ഷയുടെ ദിവസം ആ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ആ തുടക്കം മുതൽ ആ ഒരു പരീക്ഷ കഴിയുന്ന വരെയുള്ള ആ ഒരു സമയം അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആ ഒരു ടൈം, നമ്മുടെ എക്സാം ഹാളിലെ ടൈം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ, നമ്മുടെ പരീക്ഷാ ഹാളിൽ സമയത്തെ എങ്ങനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ സമയത്തെ എങ്ങനെ കയ്യിലാക്കണം, നമ്മൾ കൃത്യമായിട്ട് സമയത്തെ കൂടെ കൂട്ടിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോന്നിലൂടെയും കടന്നു പോകണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മുടെ പരീക്ഷ എഴുതാൻ പോകുന്നതിൽ കൂടുതൽ ആളുകളും അല്ലേ എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നിലധികം തവണ എഴുതാൻ പോകുന്ന ആളുകളുണ്ട് അല്ലേ, പിന്നെയോ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആളുകളുണ്ട്. അതുപോലെ ഒരുപാട് വർഷം മുന്നേ വരെ കോഴ്സ് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു 10-12 വർഷങ്ങൾക്ക് ശേഷം പരീക്ഷ എഴുതാൻ പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ 4-5 വർഷത്തിന് ശേഷം പരീക്ഷ എഴുതുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും വർഷങ്ങൾ അല്ല ഞാൻ ഇവിടെ പറയുന്നത്, ഒരു ബ്രേക്കിന് ശേഷം എക്സാം എഴുതുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ഒരു സെഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്ന സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും കോമൺ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് നമുക്ക് സമയത്തെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുമോ ആ സമയത്തെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി നോക്കിക്കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ചോദ്യങ്ങളിലേക്കും നമുക്ക് കടന്നു പോകാനും കൂടെ പറ്റണം. അങ്ങനെയുള്ള 1-2 കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുന്നത് മറ്റുള്ള പരീക്ഷയും പോലെയല്ല 150 മിനിറ്റ് നമുക്കില്ല, 150 മിനിറ്റ്സാണ് നമുക്ക് പരീക്ഷയിൽ തരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ് ഈ 150 മിനിറ്റ് എന്ന് വെച്ചാൽ 2.5 മണിക്കൂർ സമയം നമ്മുടെ കയ്യിലുണ്ട്. 2.5 മണിക്കൂർ സമയം, 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായി വളരെ സന്തോഷം വരും, കാരണം അത്രയും സമയം ഉണ്ടല്ലോ. പക്ഷേ 2.5 മണിക്കൂറിനെ നമ്മൾ മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 150 മിനിറ്റ് അല്ലേ, എത്രയും മിനിറ്റാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു മിനിറ്റിൽ നമ്മൾ അറ്റൻഡ് ചെയ്യായിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 150 ചോദ്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ 2.5 മണിക്കൂർ ഉണ്ടല്ലോ, 150 ചോദ്യമല്ലേ ഉള്ളൂ എന്ന് ചിലപ്പോൾ നമുക്ക് ചെറുതായി തോന്നാറുണ്ട്. പക്ഷേ 150 ചോദ്യങ്ങളുണ്ട്, അതിന് 150 മിനിറ്റേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളൊക്കെ വൈമാറും കാര്യങ്ങളൊക്കെ ഫില്ലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് അറിയാം ഇത്രയും സമയമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഓരോ ചോദ്യത്തിന് എത്ര മിനിറ്റാണ് പരമാവധി നമുക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. 150 ചോദ്യങ്ങൾ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ ആ തന്ന സമയത്തിന് നമ്മൾ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ചോദ്യത്തിന് എത്രയുണ്ട്, 150 ചോദ്യങ്ങൾക്ക് 150 മിനിറ്റാണ്. ഒരു ചോദ്യത്തിന് 1 മിനിറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ളത് 1 മിനിറ്റ്. ഇനി നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക, ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടക്കം മിക്കവാറും സൈക്കോളജിയിലായിരിക്കും, എന്തോ ആവട്ടെ കുഴപ്പമില്ല, എന്തിലായാലും നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് തുടങ്ങും. അപ്പോൾ അങ്ങനെ തുടങ്ങിയാൽ ഒരു ചോദ്യം നമ്മൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം അല്ലേ. ആ ചോദ്യം വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ 4 ഓപ്ഷൻസ് വായിക്കണം. ആ ഓപ്ഷൻസ് വായിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ ചോദിച്ച ആ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം. എത്തിയാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം, നമ്മുടെ OMR ഷീറ്റ് അത് കൃത്യമായിട്ട് പുറത്തുനിന്ന് പോകാതെ വളരെ വ്യക്തമായിട്ട് നമുക്കത് ബബിൾ ചെയ്യണം, മാർക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ എല്ലാത്തിനെയും കൂടി നമുക്കുള്ളത് ഈ ഒരു ചോദ്യം ചെയ്യാൻ 1 മിനിറ്റാണ്. എന്ന് പറഞ്ഞാൽ 30 സെക്കൻഡാണ് നമുക്ക് 60 സെക്കൻഡാണ് നമുക്ക് സമയമുള്ളത് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ആലോചിച്ചാൽ ചെറിയ സമയം മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം, അത് കൃത്യമായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം, ബബിൾ ചെയ്യണം. ചില ആളുകൾക്ക് ബബിൾ ചെയ്യാൻ തന്നെ ഒരുപാട് സമയം എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണമെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആദ്യം മുതലേ നമ്മൾ നല്ല സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രം പോയാലേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മളിപ്പോഴേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എക്സാം ഹാളിൽ എത്തിയാലും നമുക്കത് കൃത്യമായിട്ട് ആ ഒരു ട്രാക്കിലൂടെ പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ, അത് എത്ര എന്നില്ല, ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ വേഗതയിൽ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം ആദ്യം.
അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ ഒരിക്കലും നമ്മൾ ആസ്വദിച്ച് വായിക്കാൻ നിൽക്കാൻ പാടില്ല. വളരെ വേഗതയിൽ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ പിന്നെ പ്രശ്നമേ ഉള്ള വളരെ സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ടൈം വായിക്കുന്നതിൽ ക്ലിയർ ആയി കഴിഞ്ഞാലും പിന്നെ നമുക്ക് സമയം പോകുന്നതാണ് ഈ ബബിൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ 1-2 വീഡിയോ മുന്നേ ഏതോ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. OMR ഷീറ്റിൻ്റെ സാമ്പിൾ കോപ്പി ഞാൻ അതിൽ PDF ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻ്റ് എടുത്തിട്ട് വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് ബബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നത് ചെക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ആളുകളൊക്കെ മേ ബി അത് പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അത് കംപ്ലീറ്റ് എടുക്കണം എന്നല്ല പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഷീറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രിൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കുറച്ചുകൂടെ കൃത്യമായിട്ട് ബബിൾ ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ചെയ്താൽ ആ ബബിൾ ചെയ്യുന്ന കാര്യം സ്പീഡായി കിട്ടും. അങ്ങനെ സ്പീഡായി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഗുണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പകുതി സമയം അവിടെ കുറക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒരു ചോദ്യം ബബിൾ ചെയ്യണമെങ്കിൽ തന്നെ 1 മിനിറ്റൊക്കെ എടുക്കുന്നവരുണ്ട്. അതന്നെ ചിലപ്പോൾ എടുത്തെടുത്ത് അയ്യോ സമയമില്ല എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ പോക്കങ്ങ് പോകും പുറത്തേക്ക്. കൂടുതൽ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെന്താവും, ഇൻവാലിഡ് ആവും, അല്ല വാല്യൂ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. ഈ പറയുന്ന ഒന്നും പേടിപ്പിക്കാനല്ല, നിങ്ങളത് ഇനി അങ്ങോട്ട് പെർഫെക്റ്റ് ആവാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത്രയും ചോദ്യങ്ങൾ വായിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ 30 ചോദ്യങ്ങളുള്ള ഒരു സെഷൻ നിങ്ങൾ ആരംഭിച്ചു, സൈക്കോളജി എന്ന് പറയുന്ന ഈ സെഷൻ നിങ്ങൾ ആരംഭിച്ചാൽ അതിൽ 1, 2 ഇങ്ങനെ 1 by 1 ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഒരു ചോദ്യം വളരെ വേഗതയിൽ നിങ്ങൾ വായിച്ച് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോയി. അങ്ങനെ പോകുന്ന സമയത്ത് ചില ചോദ്യത്തിന് നമുക്ക് കുറച്ചധികം സമയം എടുക്കേണ്ടതായിട്ട് വരും. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാൽ തൊട്ടടുത്ത ചോദ്യം കുറച്ച് ചെറിയ ചോദ്യം അവിടെ ഉണ്ടാവും. അപ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയും ടൈം വേണ്ടി വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനൊക്കെ പുറമെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് OMR ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഇങ്ങനെ ഫില്ലൊക്കെ ചെയ്തിട്ട് ആ ടൈം ആവാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ മാത്രം പറയും. ഇപ്പോൾ നിങ്ങൾ കാറ്റഗറി 2 അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കും. എല്ലാ കാറ്റഗറി ഇതേപോലെ തന്നെയാണ്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നേ ഉള്ളൂ. കാറ്റഗറി 2നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്ര സെഷൻ ഉണ്ട്, 1 സൈക്കോളജി ഉണ്ട് അല്ലേ, 30 ചോദ്യം സൈക്കോളജി ക്വസ്റ്റ്യൻസ് ഉണ്ട്. മലയാളത്തിലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും 30 ചോദ്യം, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ഉണ്ടാവും 30 ചോദ്യം. അതിൽ മറ്റു ലാംഗ്വേജ് സെലക്ട് ചെയ്താണെങ്കിൽ അതിനനുസരിച്ച് 30 ചോദ്യം ഉണ്ടാവും. സോഷ്യൽ സയൻസ് ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 ചോദ്യം ഉണ്ടാവും. ഇനി സയൻസ് അല്ലെങ്കിൽ മാത്സ് ആണെങ്കിലും രണ്ടും കൂടെ 60 ചോദ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് തന്നെ പറയാം. അതായത് ഇപ്പോൾ സോഷ്യൽ സയൻസിന് പകരം ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് സയൻസ് ആൻഡ് മാത്സ് എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാനാണ്, ബാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ സയൻസിന് ഒരു 30 ചോദ്യമാണ് ഉള്ളത്, അതുപോലെ തന്നെ മാത്സും ഒരു 30 ചോദ്യമാണ് ഉള്ളത്. അപ്പോൾ നോക്കിയാൽ 1, 2, 3, 4, 5 സെഷനാണുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ എല്ലാത്തിനും നിങ്ങൾക്ക് പരമാവധി കൊടുക്കാൻ പറ്റുന്ന സമയം അരമണിക്കൂറാണ്. എന്നാലേ നമുക്ക് ഈ 150 ചോദ്യങ്ങളും കൂടെ ആ 150 മിനിറ്റ് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ ഫസ്റ്റ് സൈക്കോളജിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അല്ലേ, ഫസ്റ്റ് സൈക്കോളജി നിങ്ങൾ സെലക്ട് ചെയ്താൽ നിങ്ങൾ അതിന് പരമാവധി 30 മിനിറ്റ് തന്നെ എടുത്ത് ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റ്യൻ വളരെ വേഗതയിൽ വേഗതയിൽ എന്ത് ചെയ്യുക, വായിച്ച് കൃത്യമായിട്ട് ആൻസർ കണ്ടെത്തിയിട്ട് ബബിളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ 30 ചോദ്യം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റിനുള്ളിലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഞാൻ 101% ഉറപ്പുതരാം, ചെയ്തു തീർക്കാൻ പറ്റും. രണ്ടാമത് നിങ്ങളിപ്പോൾ അടുത്ത മലയാളത്തിലേക്ക് എത്തിയാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ 20 എന്ന് പറയുന്നത് ചിലപ്പോൾ 25 ആവാം, നിങ്ങൾക്ക് എത്രയാവട്ടെ, ചെറിയ എന്തായാലും പറഞ്ഞതിനേക്കാൾ ഒരു 1-2 മിനിറ്റ് മുന്നേ നിങ്ങൾക്ക് തീർക്കുക. മലയാളം എല്ലാം അങ്ങനെ തീർക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സെഷനിൽ എത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മുന്നിൽ ഒരു 10-15 മിനിറ്റ് കുറഞ്ഞത് നിങ്ങളതിൽ ബാക്കിയുണ്ടാവും. ലാസ്റ്റ് സെഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ 150ാമത്തെ ചോദ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 150th ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും ബാക്കിയുണ്ടാവും. ഈ 15 മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലും ഗുണം ഞാൻ പറഞ്ഞുതരാം. ഇത്രയും ക്വസ്റ്റ്യൻ ഇടയിൽ നിങ്ങൾക്ക് അറിയാതെ വെച്ച ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും പോയിട്ട് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് റൗണ്ട് പോയിട്ട് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ സ്പീഡ് പോയാൽ ഈ ഒരു 15 മിനിറ്റ് സേവ് ചെയ്യാനല്ല ഈ സ്പീഡ് പോകണമെന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ 150ാമത്തെ ചോദ്യം നിങ്ങൾ കാണൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ഒരു 70, 75, 80, 100ാമത്തെ ചോദ്യത്തിലെത്തുമ്പോഴേക്കും ബെല്ലടിക്കും. നമ്മൾ എല്ലാ ചോദ്യത്തിലേക്ക് എത്തൂല. നമുക്കെന്താണ് പാസ്സാവണമെങ്കിൽ 90 മാർക്ക് വേണം ജനറലി, അല്ലെങ്കിൽ 82, അല്ലെങ്കിൽ 75, എത്രയാവട്ടെ അത്രയും മാർക്ക് നമുക്ക് വേണം. എല്ലാത്തിനും കൂടി കോമൺ ആയിട്ടാണ് നമ്മൾ 120-ലധികം മാർക്ക് ലക്ഷ്യം വെച്ചത്. അപ്പോൾ നമ്മൾ ഈ കട്ട് ഓഫ് മാർക്കിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കട്ട് ഓഫ് മാർക്കിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അത്രയും സ്കോറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അല്ലാതെ നമ്മളിപ്പോൾ 90 മാർക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ 70 ചോദ്യം മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ, പിന്നെ നോക്കണ്ടല്ലോ, എല്ലാം പോയി, കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ടൈമിന് അത്രയും പ്രയോറിറ്റി കൊടുക്കണം. നിങ്ങൾ 150ാമത്തെ ചോദ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ ചെയ്യണമെങ്കിൽ വളരെ സ്പീഡിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ 150ാമത്തെ ചോദ്യത്തിലേക്ക് എത്തൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യനും വളരെ സ്പീഡിൽ തന്നെ ചെയ്യണം ആ ഒരു എക്സാം ഹോളിൽ. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബബിളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ വായിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും വളരെ വേഗതയിൽ വായിച്ച് ഓപ്ഷനിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നതിൽ ചെക്ക് ചെയ്യുക.
ഞാൻ ഇതൊക്കെ പറയാനുള്ള കാരണം നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലേ? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ എക്സാമിൽ എത്തി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഒരുപാട് ആളുകൾ ചിലപ്പോൾ അനുഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും, ചിലപ്പോൾ അനുഭവിച്ചവർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങൾ പറയാം ഓക്കെ, എക്സാമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വായിക്കും. അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് അറിയാത്തുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ സ്ലോ ആവും, പിന്നെ അടുത്ത ക്വസ്റ്റിലേക്ക് പോകും. അങ്ങനെ പോകുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ മിസ്സാവുന്നു മാത്രമല്ല എല്ലാ ക്വസ്റ്റിനും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പകുതിയിലധികം ചോദ്യം കഴിഞ്ഞതേ ഉണ്ടാവും, അതിൻ്റെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആസ്വദിച്ച് പിന്നെയാണ് നമുക്ക് ടൈമിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലായിട്ട് നമ്മൾ വേഗം വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും ബെല്ലടിച്ചിട്ടുണ്ടാവും, എല്ലാവരും പോകാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ വീട്ടിലൊക്കെ വന്നിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്ത ക്വസ്റ്റൻസൊക്കെ നിങ്ങളൊന്ന് എടുത്ത് വായിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന എളുപ്പമുള്ളതുണ്ടായിരുന്നു, അതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് ആ സമയത്ത് വരും. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, നമ്മൾ 100 ചോദ്യങ്ങൾ ചെയ്തിട്ട് 90 മാർക്ക് കട്ട് ഓഫിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നതാണ് നല്ലത്. അല്ല 150 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് 90 മാർക്കിലേക്ക് എന്തായാലും ഞാൻ എത്തും എന്നുള്ളതാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുക. ഇവിടെയാണ് സാധ്യത കൂടുതൽ, പ്രോബബിലിറ്റി കൂടുതൽ ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ക്വസ്റ്റിനും അതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടി അത്രയും സ്പീഡിൽ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ പറ്റും. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ എക്സാമിൽ നിൽക്കുമ്പോൾ ചില ആളുകൾ ഭയങ്കര സ്പീഡിൽ ചെയ്തിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതൊക്കെ കാണും. നിങ്ങൾ വിചാരിക്കും അതൊക്കെ കഴിഞ്ഞു, ഞാനെന്ത് കഴിയാത്തത്, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. അതൊക്കെ ആ ഒരു സമയത്ത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്തത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടൈമിന് പ്രാധാന്യം ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. ബബിൾ OMR ഷീറ്റിൻ്റെ ബബിൾ ആ ഒരു വീഡിയോയിൽ ഞാൻ 3 ദിവസം മുന്നേറ്റം ചെയ്ത ഒരു ഇതുപോലത്തെ ഒരു ജനറൽ ഡിസ്കഷൻ വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ കോപ്പി എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അതായത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, എത്രത്തോളം ഞാൻ ടൈം എടുക്കുന്നുണ്ട്. അതിന് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ആദ്യത്തെ ഒരു 5 എണ്ണം സ്പീഡ് ബബിൾ ചെയ്യുക, എത്ര ടൈം എടുത്ത് നോക്കുക, പിന്നെ സ്പീഡ് കൂട്ടുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടൈം കുറഞ്ഞു വരുന്നത് മനസ്സിലാക്കാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചോദ്യത്തിലേക്കൊക്കെ എത്തണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങളെത്തും. പിന്നെ മറ്റൊരു കാര്യം, റിവിഷൻ കാര്യങ്ങളൊന്നും മറക്കണ്ട, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കണം, എല്ലാ കാര്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ പറ്റും, ഞാൻ ഷുവറായിട്ട് നിങ്ങൾ കട്ട് ഓഫ് മാർക്കിലേക്ക് എത്തും. നമ്മുടെ ലക്ഷ്യം 90 എന്നല്ല, 120 അധികം മാർക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ടൈമുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, മറ്റുള്ളവർക്ക് അത് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ആ തെറ്റൊക്കെ അവർ ആവർത്തിക്കാതിരിക്കാനും കൂടെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും അല്ലേ, ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ടൈം പോകുന്ന മറ്റൊരു കാര്യം കൂടി ഞാനത് ലാസ്റ്റ് പറഞ്ഞുതരാം. OMRൻ്റെ ഡിസ്കഷൻ നടത്തും, അപ്പോൾ പറഞ്ഞുതരാം. അറിയാതെ ഇപ്പോൾ നമ്മൾ OMRൻ്റെ ഒരു ആൻസർ മാറിപ്പോയി, അതായത് ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ അറിയാതെ 2ലൊക്കെ പോയി മാറ്റി, അല്ലെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റിൻ ഇപ്പോൾ A ആണ് ആൻസറെങ്കിൽ നമ്മൾ അറിയാതെ Bയിലോ Cയിലോ ഒക്കെ മാർക്ക് ചെയ്തു. പിന്നെ അതും ആലോചിച്ച് നമ്മളിങ്ങനെ ഇരിക്കും, വിഷമമായി ഒന്ന് പോയില്ലേ സ്റ്റാർട്ടിങ്ങിലേ ഉണ്ടാവും, ഒന്ന് പോയില്ല ആലോചിച്ച് നമ്മുടെ സമയം കളയും. അപ്പോൾ ആലോചിക്കും ആ ഒരു ക്വസ്റ്റ്യൻ പോട്ടെ, ബാക്കി 149 നമുക്കുള്ളതാണ്, അങ്ങനെ വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, ആ രീതിയിൽ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിലേക്ക് പോകണം. ഓക്കെ, അതൊക്കെ നമുക്ക് ആ ലാസ്റ്റ് സെഷൻ നോക്കാം. ഇപ്പം നിങ്ങൾ ആ ടൈമിൻ്റെ പ്രാധാന്യം ഒന്ന് മനസ്സിലാക്കുക. ആ ടൈം നമുക്ക് എത്രത്തോളം സമയം, ആ സമയം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് എക്സാം ഹോളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ടൈം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. കാരണം എക്സാം ഹോളിലേക്ക് പോകുന്നതിന് മുന്നേ, എക്സാം സെൻറ്ററിലേക്ക് എത്തുമ്പോഴേ നിങ്ങൾ ആ സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഒരുപാട് നേരത്തെ ഇറങ്ങിയിട്ടില്ലെങ്കിലും സമയം വില്ലനാകും, നിങ്ങളുടെ സമയത്തിന് സ്കൂൾ ആ ഒരു സെൻറ്ററിൽ എത്തില്ല, എക്സാം അറ്റൻഡ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ എല്ലാം സമയം തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ആ പ്രാധാന്യം മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. താങ്ക് യു.